മിഖായൽ ടാലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗെയിം കണ്ടാലോ നമുക്ക്. പോൺ ടു E4, പോൺ ടു C5. ഇത് സിസിലിയൻ ഡിഫൻസ് ആണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് മിഖായൽ ടാലും ബ്ലാക്ക് കളിക്കുന്നത് മൈക്കൽ ഫ്രാൻസിസ് സ്റ്റീനുമാണ്. നൈറ്റ് F3 കളിച്ച് ടാല് മുമ്പോട്ട് പോകുന്നു. പോൺ ടു D6, പോൺ ടു D4, സെൻട്രൽ സ്ട്രൈക്ക് ചെയ്യുന്നു. സി ടേക്സ് D4, നൈറ്റ് ടേക്സ് D4, നൈറ്റ് F6. നൈറ്റ് F6 കളിച്ചിട്ട് ഈ E4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് C3 കളിച്ചിട്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. പോൺ ടു A6, ഇതാണ് നമ്മുടെ സിസിലിയൻ ഡിഫൻസിൻ്റെ നൈഡ് ഓഫ് വേരിയേഷൻ. ബിഷപ്പ് ടു G5, പോൺ ടു E6. ഈ മൂവിൻ്റെ ഐഡിയ ഇവിടെ ബിഷപ്പ് ടു E7 കളിച്ചിട്ട് ബ്ലാക്ക് ഇവിടെ കിങ് സൈഡ് ക്യാൻസൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പോൺ ടു F4, അതെ, ടാല് ആദ്യം തന്നെ അഗ്രസീവ് ആണെന്ന് കൂടുതൽ തെളിയിക്കുന്ന ഒരു മൂവാണ് പോൺ ടു F4 എന്ന മൂവ്. നിങ്ങൾ ടാലിൻ്റെ ഗെയിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിസിലിയനെതിരെ വളരെ പോപ്പുലർ ആയിട്ട് ടാല് കളിക്കുന്ന ഒരു മൂവാണ് പോൺ ടു F4 എന്ന മൂവ്. ഈ മൂവിൻ്റെ ഐഡിയ ഭാവിയിൽ പോൺ ടു E5 പോലത്തെ മൂവ് കളിച്ചിട്ട് അതുപോലെ തന്നെ ക്യൂവിനെയും ഇവിടെ കൊണ്ടുവന്ന് ബിഷപ്പിനെയും കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ട് മുഴുവൻ അറ്റാക്കും ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് നടത്തുക എന്നുള്ളതാണ് ടാലിൻ്റെ ഐഡിയ. നൈറ്റ് B ടു D7, ആദ്യം തന്നെ ഇവിടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തിട്ട് കാസ്ലിങ്ങിന് പോകുന്നതിന് പകരം ബ്ലാക്ക് പ്ലെയർ നൈറ്റ് B ടു D7 കളിക്കുന്നു. ഇതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ഈ ഒരു F6 ഇരിക്കുന്ന നൈറ്റിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. അതുമാത്രമല്ല വേറൊരു ഉദ്ദേശം എന്തെന്നാൽ ഈ നൈറ്റിന് എപ്പോൾ വേണമെങ്കിലും C5 വന്നിട്ട് രണ്ട് രീതിയിൽ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭാവിയിൽ ബിഷപ്പ് ടു E7 കളിച്ചു കഴിയുമ്പോൾ ഈ ഒരു പോണിന് ഒരു വീക്ക്നെസ് ആവും. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടെയാണ് നൈറ്റ് B ടു D7 കളിക്കുന്നത്. ക്യൂൻ F3, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ടാൽ ഇവിടെ ക്യൂൻ സൈഡാണ് ക്യാൻസൽ ചെയ്യാൻ പോണതെന്നുള്ള കൂടുതൽ തെളിവ് ഇവിടെ നൽകുകയാണ്. ക്യൂൻ ടു F3 കളിച്ചിട്ട് പഴയ ഐഡിയ പോലെ പോൺ ടു E5 തക്ക സമയത്ത് കളിക്കുക എന്നുള്ളതാണ് ടാലിൻ്റെ ഐഡിയ. ക്യൂൻ ടു C7, അപ്പോൾ ഈ ഒരു മൂവിൻ്റെ ഐഡിയ എന്തെന്ന് കഴിഞ്ഞാൽ ഇവിടെ ടാല് ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പോൺ ടു B5 കളിച്ചിട്ട് ഇങ്ങോട്ട് തുറക്കുക എന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. അപ്പോൾ ടാലിനെതിരെ ഡിഫെൻസീവായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് പ്ലെയറിന് മനസ്സിലായി നേരെ ക്രഷ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാലിനെതിരെ കളിക്കാവുന്ന ആകെ ഒരു സ്റ്റൈൽ എന്തെന്നാൽ അറ്റാക്ക് ചെയ്ത് തന്നെ തിരിച്ചും കളിക്കുക എന്നുള്ളത് മാത്രമാണ്. ടാല് ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്തു. ഇവിടെ ബ്ലാക്ക് പ്ലെയർ പോൺ ടു B5 കളിച്ചു. ഈ മൂവിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അടുത്ത മൂവിൽ പോൺ ടു B4 കളിച്ച് അതുപോലെ തന്നെ പോൺ ടു A5 പോലത്തെ മൂവ് കളിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂൻ സൈഡ് അറ്റാക്ക് നടക്കാനാണ് ഇവിടെ ബ്ലാക്ക് ശ്രമിക്കുന്നത്. ഇവിടെയാണ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു മൂവ് കളിക്കുന്നത്. ബിഷപ്പ് ടേക്സ് B5. ഈ മൂവ് ഒറ്റ നോട്ടത്തിൽ ഒരു ബ്ലണ്ടറായിട്ട് തോന്നാം. കാരണം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഒരു പോൺ മാത്രം ഇവിടെ വെട്ടിയെടുത്തു. ഈ പോണിനെ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നൈറ്റ് ടേക്സ് B5. ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാക്രിഫൈസ് ഇവിടെ ചെയ്തത് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ഈ ഒരു റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആയി. റൂക്കിനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഫയൽ കിട്ടി. അത് മാത്രമല്ല ഈ ഒരു നൈറ്റ് B5 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട് പോസ്റ്റ് ആണ്. ആ നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ C3 ഈ നൈറ്റും കൂടെ ഉണ്ട്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് നൈറ്റ്സ് ആണിത്. അത് മാത്രമല്ല ഈ ഒരു D6 പോൺ എത്രയും പെട്ടെന്ന് ഒരു വീക്ക്നെസ് ആവാനുള്ള ഒരു പോണും കൂടെയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ക്യൂൺ ടു B8 കളിച്ചിട്ട് തൽക്കാലമുള്ള ത്രെട്ട് എല്ലാം ബ്ലാക്ക് ഇവിടെ തടുക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോൺ ടു E5 എന്നുള്ള ബ്രേക്ക് ഇവിടെ ടാല് കളിക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ബ്ലാക്കിൻ്റെ നൈറ്റ് ഇവിടെ അറ്റാക്ഡ് ആണ്. അപ്പോൾ ഈ നൈറ്റ് എടുത്തുകൊണ്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പോണ് F4ഉം E5ഉം അതുപോലെ തന്നെ ഈ റൂക്കും കണക്ട് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്കിൻ്റെ കിങ് ഒരുപാട് അറ്റാക്കിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഷപ്പ് ടു B7, ഈ ഒരു നൈറ്റ് എടുത്ത് ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ അറ്റാക്കിംഗ് ചാൻസസ് വൈറ്റിനുണ്ടെന്ന് ബ്ലാക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ബിഷപ്പ് ടു B7 കളിച്ച് ഈ ഒരു ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നത്. ക്യൂൻ E2 കളിക്കുന്നു. ഇവിടെയാണ് D ടേക്സ് E5 കളിക്കുന്നത്. ഈ മൂവിൻ്റെ ഐഡിയ എന്തെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ക്യൂവിന് ഈ ഒരു D6 സ്ക്വയറിലേക്കുള്ള ഒരു കൺട്രോളും കൊണ്ടുവന്നു. അത് മാത്രമല്ല ഈ ഒരു D6 എന്നുള്ള വീക്ക്നെസ്സോടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അത് മാത്രമല്ല ഇനി ഇതുപോലത്തെ ഈ പോൺ ടേക്സ് പോൺ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് ടേക്സ് E5 പോലത്തെ മൂവ്സും ഇവിടെ വൈറ്റിന് ഇവിടെ ബ്ലാക്കിനുണ്ട്. ക്യൂൺ ടു C4, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവാണ്. വളരെ നമുക്കിവിടെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നൈറ്റ് C7 വന്നു കഴിഞ്ഞ് ഇവിടെ ചെക്കും വരും, അതുപോലെ തന്നെ ഈ റൂക്കിനെയും ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വൈറ്റിൻ്റെ പൊസിഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
ഈ ഒരു റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആണ്, ക്യൂനിൻ്റെ ഫയൽ ഓപ്പൺ ആണ്. നൈറ്റ് എത്രയും പെട്ടെന്ന് ഈ ഒരു C7 സ്ക്വയറിലോട്ട് ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ കാണാൻ സാധിക്കും വൈറ്റിൻ്റെ പൊസിഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാവുന്ന പൊസിഷനാണ്. വളരെ വളരെ അറ്റാക്കിംഗ് ചാൻസുകളുള്ള പൊസിഷനാണിത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലെല്ലാം ഈ ഒരു അറ്റാക്കിനെതിരെ എങ്ങനെ ബ്ലാക്ക് കളിക്കുമെന്ന് നമുക്ക് നോക്കാം. ബിഷപ്പ് ടു C5. ഈ മൂവിൻ്റെ ഒന്നാമത്തെ ഐഡിയ ഈ ഒരു C7 ആയിട്ടുള്ള ഈ C7ലേക്കുള്ള അറ്റാക്ക് ഇങ്ങനെ തടുത്ത് കളയുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈ കിങ്ങും നൈറ്റും ഈ ബിഷപ്പും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു നൈറ്റും അതുപോലെ തന്നെ ഈ ബിഷപ്പും എങ്ങനെയാണ് ഇൻ്റർ കണക്റ്റഡ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആകെയുള്ള പീസ് എന്ന് പറഞ്ഞാൽ ഈ നൈറ്റാണ്. അപ്പോൾ ആ നൈറ്റിനെ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ പൊസിഷൻ ഇവിടെ തകരും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ വൈറ്റ് ബിഷപ്പ് ടേക്സ് F6 കളിക്കുന്നു. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു മൂവാണ്. ഇവിടെ പെട്ടെന്ന് വന്നിട്ട് നൈറ്റ് ടേക്സ് F6 കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് ഇവിടെ കംപ്ലീറ്റ്ലി ഹാങ്ങിങ് ആവും. പിന്നെ വൈറ്റ് ഇവിടെ ഈസിലി ഇവിടെ ജയിക്കുന്നതാണ്. അപ്പോൾ എന്നാൽ ബ്ലാക്കിന് ഇവിടെ വേറെ നിവർത്തിയില്ല. G ടേക്സ് F6. ഇവിടെ കിങ് സൈഡ് തുറക്കുകയും ഇവിടെ ഒരു കിങ്ങിനെ ഇവിടെ വെക്കുക എന്നല്ലാതെ വേറെ നിവർത്തിയില്ല, അല്ലെങ്കിൽ ഒരു പീസ് തന്നെ നഷ്ടമാവും. അപ്പോൾ ആ ഒരു നൈറ്റ് വെച്ചിട്ട് ആ ഒരു ബിഷപ്പ് ടേക്സ് നൈറ്റോടെ ഇവിടെ ബ്ലാക്കിന് ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു റൂയിൻ പൊസിഷനാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ കിങ് സൈഡിലോട്ടുള്ള കാസ്ലിംഗ് ഇവിടെ നടക്കില്ല എന്ന് ബ്ലാക്കിന് മനസ്സിലായി. ഇവിടെയാണ് വൈറ്റിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സാക്രിഫൈസ്. ഇവിടെ ഈ പൊസിഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റൂക്ക് ടു D7 പലരും കാണുന്ന ഒരു മൂവാണ്. കാരണം റൂക്ക് ടു D7 കളിച്ചു കഴിയുമ്പോൾ കിങ് വെച്ച് തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ ക്യൂൻ വെച്ച് ഈ ബിഷപ്പിനെ എടുക്കുക. അപ്പോൾ ഒരു റൂക്കിന് പകരം 2 പീസ് കിട്ടി. അപ്പോൾ ഇതിലെന്താണ് സാക്രിഫൈസ് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ ഇവിടെയാണ് അതിൻ്റെ ഒരു പൊരുള്. ഇവിടെ റൂക്ക് ടേക്സ് D7 ശേഷം കിങ് വെച്ച് എടുക്കുന്നതിന് മുമ്പ് ബിഷപ്പ് ടു E3 എന്ന് പറഞ്ഞ ചെക്ക് ഉണ്ട്. ഇവിടെ കാണാൻ സാധിക്കും നേരെ തന്നെ ബ്ലാക്കിന് വന്നിട്ട് ഈ റൂക്കിനെ എടുക്കണമെന്നില്ല. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് മൂവായിട്ടുള്ള ബിഷപ്പ് ടു E3 എന്നുള്ള മൂവ് ഉണ്ട്. കിങ് ടു B1 കളിക്കുന്നു. ഇനി മാത്രമാണ് ബ്ലാക്ക് ആ റൂക്കിനെ വെട്ടിയെടുക്കുന്നത്. റൂക്ക് ടു D1 ചെക്ക് വന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ പഴയ പൊസിഷനിലോട്ട് വരികയാണ്. ഈ റൂക്കിന് വീണ്ടും ഒരു ഓപ്പൺ ഫയൽ കിട്ടി, ക്യൂവിന് ഒരു ഓപ്പൺ ഫയൽ കിട്ടി. നൈറ്റ് B5 വളരെ നല്ലൊരു ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ നൈറ്റ് C3യും ഈ ഒരു B5 ലേക്കുന്ന നൈറ്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ബിഷപ്പ് ടു D4. ബിഷപ്പിനെ ഇവിടെ കളിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ പോൺ ടേക്സ് പോൺ. ഇവിടെ കൂടുതൽ ലൈൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഇവിടെ ക്യൂൻ ചെക്ക്. കിങ് E7. ഇവിടെ കിങ് E7 എന്ന മൂവിൽ ഇവിടെ വൈറ്റിന് ഇവിടെ കുറേ ചെക്കുകളുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യൂൻ D7 പോലത്തെ ചെക്ക് പോവാം. പക്ഷെ അതിന് പകരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്യൂൻ C5 ചെക്കാണ് ഇവിടെ ടാല് കളിക്കുന്നത്. കിങ് F6. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്തുകൊണ്ട് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? കാരണം കൂടുതൽ കിങ്ങിനെ ഇവിടെ തുറന്നിടുകയാണല്ലോ. പക്ഷെ ഇവിടെ ബ്ലാക്ക് പ്ലെയർ കണ്ടു എങ്ങാനും കിങ് E8 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാലിന് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മൂവ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിക്കാവുന്നതാണ്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മൂവാണ് ഇവിടെ ടാലിന് കളിക്കാനുള്ളത്. അതെ, നൈറ്റ് B5. ഈ മൂവിൻ്റെ ഐഡിയ വളരെ വ്യക്തമാണ്. ഇവിടെ നൈറ്റ് ടു C7 ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ബ്ലാക്ക് കിങ്ങിന് പോകാൻ വേറെ സ്ക്വയർ ഒന്നുമില്ല. ഈ സ്ക്വയർ കൺട്രോൾഡ് ആണ്, ഈ സ്ക്വയർ കൺട്രോൾഡ് ആണ്, ഈ സ്ക്വയർ കൺട്രോൾഡ് ആണ്, അതുപോലെ തന്നെ ഈ സ്ക്വയർ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഈ ഒരു ചെക്ക്, ഇവിടെ ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്കിന് ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഒരു ക്യൂൻ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ ഇവിടെ ബ്ലാക്കിന് ചെയ്യാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് കിങ് ടു E8 കളിച്ച് ഇവിടെ ബ്ലാക്ക് ഈക്വലൈസിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാത്തത്. അതിനു പകരം കിങ് ടു F6 കളിക്കുന്നു. റൂക്ക് ടു F1 ചെക്ക്. കിങ് G6. ക്യൂൻ E7. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ത്രെട്ടൻ ചെയ്യുന്നത് റൂക്കും ക്യൂനും കൂടെ ഈ ഒരു പോണിനെ ത്രെട്ടൻ ചെയ്യാണ്. ഇവിടെ ക്യൂൻ ടേക്സ് F7 ആണ് ത്രെട്ട്. പോൺ ടു F5 കളിച്ചിട്ട് ഈ ഒരു റൂക്കിനെയും ക്യൂവിനെയും ഒന്ന് ചെറുതായിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ ഇതൊന്നും ബലം കാണുന്നില്ല. ക്യൂൻ ടേക്സ് E6 ചെക്ക്. കിങ് G7 ചെക്ക്. കിങ് G6. പോൺ ടു H4. ഈ മൂവിൻ്റെ ഐഡിയ വളരെ വ്യക്തമാണ്. ഇവിടെ ബ്ലാക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ആദ്യം തന്നെ വൈറ്റ് കളിക്കാൻ പോണത് ക്യൂൻ G5 ചെക്കും. അപ്പോൾ ഈ കിങ് ഇവിടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ
റൂക്ക് ടേക്സ് F5 ചെക്കും കൂടെയാണ്. അപ്പോൾ വളരെ പവർഫുൾ ആയുള്ള അറ്റാക്ക് വൈറ്റിന് കിട്ടും. അപ്പോൾ ഈ ഒരു F5 പോണിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ബ്ലാക്കിൻ്റെ ആവശ്യകതയാണ്. അതിനാണ് റൂക്ക് ടു A5 എന്ന് മൂവ് കളിക്കുന്നത്. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ എന്തെന്നാൽ ക്യൂൻ G5 ചെക്കിന് ശേഷം കിങ് F7 ശേഷം ഈ ഒരു റൂക്ക് ടേക്സ് F5 ഉണ്ടാവില്ല, കാരണം റൂക്ക് ഈ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. പോൺ ടു H5 ചെക്ക്, കിങ് ടേക്സ് H5, ക്യൂൻ F7 ചെക്ക്, കിങ് H4, ക്യൂൻ F6 ചെക്ക്, കിങ് G3. ഇതെല്ലാം മോറോലെസ് ഫോഴ്സ്ഡ് ആണ്, കാരണം വേറെ സ്ക്വയറിലോട്ട് പോയി കഴിഞ്ഞാൽ നേരിട്ട് മേറ്റിലേക്ക് പോകുന്നതാണ്. ക്യൂൻ G5 ചെക്ക്, കിങ് H2, ഇതാണ് ഓൺലി മൂവ്. ക്യൂൻ H4 ചെക്ക്. ഇവിടെയും ആകെ കളിക്കാവുന്ന ബ്ലാക്കിന്റെ മൂവ് എന്ന് കഴിഞ്ഞാൽ കിങ്ങിന് G2 ആണ്. റൂക്ക് F2 ചെക്ക്, കിങ് G1. ഇവിടെ ഒറ്റ മൂവിൽ ഒരു മേറ്റ് ഉണ്ട്. ഇവിടെ പല രീതിയിൽ ചെക്ക് മേറ്റ് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ക്യൂൻ H2 ചെക്ക് മേറ്റ് ആണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ചെക്ക് മേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ പല ചെക്ക് മേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റ് ഇവിടെ ഉണ്ട്. അതെ, നൈറ്റ് E2 ചെക്ക് മേറ്റ്. അപ്പോൾ ടാലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗെയിമാണ് നമ്മൾ കണ്ടത്. ആ ബിഷപ്പ് ടേക്സ് B5 കളിച്ചതോടെ ടാലിൻ്റെ ക്യൂനും റൂക്കിനും എല്ലാം ഓപ്പൺ ഫയൽ കിട്ടിയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾ സിസിലിനെതിരെ കളിക്കുമ്പോൾ ടാൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ പോൺ ടു F4 പോലത്തെയും നൈറ്റ് ടേക്സ് B5 പോലത്തെ സാക്രിഫൈസുകളിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ടാലിൻ്റെ കൂടുതൽ ഗെയിംസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ടാലിൻ്റെ ഉണ്ട്. വരുന്ന വീഡിയോസിൽ നമുക്ക് അത് ഓരോന്നായിട്ട് കവർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.